ഹലോ ഓൾ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം നമ്മുടെ സയന്റിഫിക് ഓഫീസർ ഇൻ ഫോറൻസിക് സയൻസ് ഫിസിക്സ് എന്ന സെക്ഷന്റെ ഇലക്ട്രോണിക്സിലെ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്കാണ് ഫോട്ടോ ഡയോഡ്സ്. ഫോട്ടോ ഡയോഡ്സില് നമ്മൾ എന്താണ് ഫോട്ടോ ഡയോഡ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോട്ടോ ഡയോഡ്സും സോളാർ സെല്ലും ആണ് നമുക്ക് ഇനി അതിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോട്ടോ ഡയോഡ്സ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ ഇതിന്റെ പാർട്ട് 1 ആണ്. പാർട്ട് 2 നെക്സ്റ്റ് ഡേ തന്നെ, നാളെ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിൽ ആദ്യം പറയാൻ പോകുന്നത് PIN ഫോട്ടോ ഡയോഡ് ആണ്. ഫോട്ടോ ഡയോഡ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു PN ജംഗ്ഷൻ ഫോട്ടോ ഡയോഡ് ഉണ്ട്, PIN ഫോട്ടോ ഡയോഡ് ഉണ്ട്, അവലാഞ്ചി ഫോട്ടോ ഡയോഡ് ഉണ്ട്, ദെൻ ഷോർട്ട് കീ ഫോട്ടോ ഡയോഡ് ഉണ്ട്. ഇതില് ഫസ്റ്റത്തെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള PIE അഥവാ പിൻ ഫോട്ടോ ഡയോഡാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് PN ജംഗ്ഷൻ ഫോട്ടോ ഡയോഡും പിൻ ഫോട്ടോ ഡയോഡും ദെൻ അവലാഞ്ചി ഫോട്ടോ ഡയോഡും ആണ്. ഷോർട്ട് കീ ഫോട്ടോ ഡയോഡ് ആക്ച്വലി നമുക്കില്ല. അപ്പൊ നമുക്ക് ആദ്യം പിൻ ഫോട്ടോ ഡയോഡ് പറയാം. ഒരു പിൻ ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നതിന് മുൻപ് നമ്മൾ ഒരു PN ജംഗ്ഷൻ ഫോട്ടോ ഡയോഡ് ഓൾറെഡി പറഞ്ഞിരുന്നു. ഒരു PN ജംഗ്ഷൻ ഫോട്ടോ ഡയോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിൽ നിന്ന് വളരെ സ്ലൈറ്റ്ലി ഒരു ഡിഫറൻസ് മാത്രമേ ആർക്കുള്ളൂ, ഒരു പിൻ ഫോട്ടോ ഡയോഡിന് ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, അതുപോലെ ഇതിന്റെ അപ്ലിക്കേഷൻസ്, ഇത് മൂന്നുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ സിമ്പിൾ ആണ്. ഒരു സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഡയോഡാണിത്. അപ്പൊ ഒരു പിൻ ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ലെയേർഡ് ഡിവൈസ് ആണ്. ഓക്കെ, ഒരു 3 ലെയേർഡ് ഡിവൈസ് ആണ്. നോക്കിക്കേ, ഇതിന്റെ 3 ലെയേഴ്സ് ഏതൊക്കെയായിരുന്നു? ഒരു P+ ലെയർ ഉണ്ട്, ഒരു I ലെയർ ഉണ്ട്, പിന്നെ ഒരു N+ ലെയർ ഉണ്ട്. ഓക്കെ, ഇതില് ഈ P+ നമ്മൾ സാധാരണ നമ്മുടെ PN ഡയോഡിൽ നമ്മൾ എങ്ങനെയാ കണ്ടിട്ടുള്ളത്? P റീജിയൻ, N റീജിയൻ ആണ് കണ്ടിട്ടുള്ളത്. ഇതില് ഒരു P+ അതുപോലെ N+ എന്ന് പറയുന്ന ലെയേഴ്സ് ആണ് ഉള്ളത്. കാരണം അവര് ഈ ഒരു പ്ലസ് സിമ്പിൾ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ P റീജിയനും N റീജിയനും ഹെവിലി ഡോപ്ഡ് എന്നാണ്. ഓക്കെ, ഒന്നും കൂടെ പറയുന്നു. ഒരു പിൻ ഫോട്ടോ ഡയോഡില് മെയിൻ ആയിട്ട് 3 ലെയേഴ്സ് ആണുള്ളത്. ഒരു P ലെയർ ഉണ്ട്, ഒരു I ലെയർ അഥവാ ഇൻട്രൻസിക് ലെയർ ഉണ്ട്, ദെൻ ഒരു N ലെയർ ഉണ്ട്. ഇതില് P+ ആൻഡ് N+ എന്ന് പറയുന്ന ആ ഒരു ലെയറിനെ നമ്മള് പ്ലസ് സിമ്പിൾ അവിടെ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആ P റീജിയനും N റീജിയനും അവിടെ ഹെവിലി ഡോപ്ഡ് ആണെന്നാണ്. ഇത് ഹെവിലി ഡോപ്ഡ് ആയ കാരണം തന്നെ നമുക്ക് ഒരുപാട് എന്ത് കിട്ടുന്നുണ്ട്? ചാർജ് കാരിയേഴ്സ്. ചാർജ് കാരിയേഴ്സ് ഇവിടെ ആരാണ്? ഇലക്ട്രോൺസും ഹോൾസും. അതുപോലെ തന്നെ നമുക്ക് പറയാം ഈ ഒരു I റീജിയൻ അഥവാ ഇൻട്രിൻസിക് റീജിയൻ എന്ന് പറയുന്നത് ഹെവിലി ഡോപ്പ് ചെയ്തിട്ടുള്ള P റീജിയനാലും N റീജിയനാലും സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ്. നോക്കിക്കേ, ഒരു സാൻഡ്വിച്ച് പോലെ തന്നെയല്ലേ? 2 സ്ലൈസുകൾക്കിടയിൽ നമ്മുടെ ഇൻട്രിൻസിക് റീജിയൻ എന്ത് ചെയ്തിരിക്കുകയാണ്? സാൻഡ്വിച്ച് ചെയ്ത് കിടക്കുകയാണ് അല്ലെ? ഒരു സാൻഡ്വിച്ച് പോലെ തന്നെയല്ലേ ഇത് കിടക്കുന്നത്? അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഇൻട്രിൻസിക് റീജിയൻ ഈ സാൻഡ്വിച്ച്ഡ് ബൈ 2 ഹെവിലി ഡോപ്ഡ് റീജിയൻസ് എന്ന് പറഞ്ഞത്. ഇനി ഇവിടെ ഈ ഒരു P+ ടെർമിനൽ ഇല്ലേ, ഇത് ആക്ട് ചെയ്യുന്നത് ഒരു ആനോഡ് ആയിട്ടാണ്. അതുപോലെ N+ റീജിയൻ ഇവിടെ ആക്ട് ചെയ്യുന്നത് ഒരു കാഥോഡ് ആയിട്ടാണ്. ഇനി ഞാൻ P റീജിയൻ N റീജിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണത് എന്താണ്? P+ റീജിയൻ ആണ്, N+ റീജിയൻ ആണ്. ഈ P+ റീജിയൻ N+ റീജിയൻ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? P റീജിയനും N റീജിയനും ഹെവിലി ഡോപ്ഡ് ആണ്. ഹെവിലി ഡോപ്ഡ് ആയ കാരണം ഇവയ്ക്ക് എന്തുണ്ട്? ലാർജ് നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സിനെ, ഇലക്ട്രോൺ ഹോൾ പെയേഴ്സിനെ ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാരി ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് പറയുന്നത് ഈ ഇൻട്രിൻസിക് ലെയർ ഉണ്ടല്ലോ, ഈ ഇൻട്രിൻസിക് ലെയറിൽ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ചാർജ് കാരിയേഴ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻട്രിൻസിക് ലെയറിലെ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി അപ്പൊ നമ്മുടെ ഈ ഒരു P റീജിയനിലും N റീജിയനിലും റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി
ലോ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന്റെ സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞത്. ഒന്നും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. വി ആർ ഡിസ്കസിങ് വൺസ് അഗെയിൻ. അപ്പോ ഒരു പിൻ ഡയോഡിന് എന്തൊക്കെ ഉണ്ടായിരിക്കും? ഇതൊരു 3 ലെയർഡ് ഡിവൈസ് ആണ്. ഒരു പി ലെയർ ഉണ്ട്, ഐ ലെയർ ഉണ്ട്, അഥവാ ഇൻട്രിൻസിക് ലെയർ ഉണ്ട്, ദെൻ എൻ ലെയർ ഉണ്ട്. ഇതില് പി റീജിയനും എൻ റീജിയനും പ്ലസ് സൈൻ വെച്ചിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട്സ് ദ റീസൺ? എന്താണ് അതിന്റെ കാരണം? എന്തായിരുന്നു? പി റീജിയനും എൻ റീജിയനും ഹൈലി ഡോപ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാർജ് നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് പറയാനുള്ളത് ഏത് റീജിയനെ പറ്റിയിട്ടാണ്? ഐ റീജിയനെ പറ്റിയാണ്. ഐ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻട്രിൻസിക് റീജിയൻ അഥവാ ഇൻട്രിൻസിക് ലെയർ. ഈ ഐ റീജിയനിൽ എന്തുണ്ട്? ഐ റീജിയനിൽ എന്താ ഉള്ളത്? ഒരുപാട് ഫ്രീ ചാർജ് കാരിയേഴ്സ് ഉണ്ട്. നമ്മുടെ പി ടെർമിനൽ ആക്ട് ചെയ്യുന്നത് ആനോഡ് ആയിട്ടാണ്, എൻ ടെർമിനൽ ആക്ട് ചെയ്യുന്നത് കാഥോഡ് ആയിട്ടാണ്. ഐ റീജിയനിലെ റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലാണ്, പി റീജിയനിലും എൻ റീജിയനിലും റെസിസ്റ്റിവിറ്റി വളരെ കുറവാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, ഈ ഒരു പിൻ ഡയോഡിന്റെ സ്ട്രക്ചർ നമ്മളിപ്പോ പറഞ്ഞല്ലോ. ഇനി ഈ ഒരു പിൻ ഡയോഡ് എങ്ങനെയാണ് ഒരു ഫോട്ടോ ഡിറ്റക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, ഒരു ഫോട്ടോ ഡിറ്റക്ടറിൽ ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ഫോട്ടോ ഡിറ്റക്ടറിൽ അഥവാ ഒരു ഫോട്ടോ ഡയോഡിൽ എന്താ സംഭവിക്കുന്നത്? അത് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഡിപ്ലീഷൻ ലെയറിൽ വെച്ച് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺ ഹോൾ പെയർ എന്ത് ചെയ്യുന്നു? ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു പിൻ ഡയോഡ് എന്താക്കി മാറ്റണം? ഒരു ഫോട്ടോ ഡിറ്റക്ടർ ആക്കി മാറ്റണം. അതിന് നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി? ഈ ഒരു പിൻ ഡയോഡിൽ ഒരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ കൊടുത്താൽ മതി. അങ്ങനെ ഒരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പിൻ ഡയോഡ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു ഫോട്ടോ ഡിറ്റക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ. ഇനി ഇതൊരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന കാരണം തന്നെ ഒരു ഡിപ്ലേഷൻ ലെയർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ഒരു പി എൻ റീജിയനിൽ, ഈ ഒരു ഐ റീജിയനിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു ഡിപ്ലേഷൻ ലെയർ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഫോം ചെയ്യുന്നത് എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ. ഇനി ഒരു ഫോട്ടോ ഡയോഡില് നമ്മളൊരു പിൻ ഫോട്ടോ ഡയോഡില് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലൈറ്റ് ക്യാപ്ചറിങ് എന്ന് പറയുന്ന ആ ഒരു ലൈറ്റ് ക്യാപ്ചർ ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ, അത് ഭയങ്കര എക്സ്പാൻഡഡ് ആയിരിക്കും. കാരണം ഈ ഒരു ഡിപ്ലീഷൻ റീജിയൻ എന്താണ്? വൈഡർ ആണ്. അതായത് നമ്മൾ പറഞ്ഞു, ഈ പി റീജിയനും എൻ റീജിയനും എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്ലീഷൻ ലെയർ കാരണം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാരണം നമ്മുടെ ഈ ഒരു ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യും? വൈഡർ ആവും. നമ്മുടെ നേരത്തെ ഫിഗർ നോക്കിയാൽ അറിയാൻ പറ്റും. നേരത്തെ ഫിഗറിൽ അത്ര വലിയ വ്യത്യാസമില്ല. പക്ഷെ നമ്മൾ നോക്കിക്കേ, ഇത് മൂന്നും ഏകദേശം ഒരേ റീജിയനിലാണ് നമ്മൾ ഏരിയ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ കൊടുത്തപ്പോ ഡിപ്ലീഷൻ ലെയറിൽ എത്തിയപ്പോ നമ്മുടെ പി റീജിയനും എൻ റീജിയനും എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ട് നമ്മുടെ ഈ ഒരു ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ലാർജ് ആയിട്ടുണ്ട്. അവിടുത്തെ ഏരിയ എന്ത് ചെയ്തു? കുറച്ച് കൂടിയിട്ടുണ്ട്. ഈ ഏരിയ കൂടാനുള്ള കാരണം എന്താണ്? റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡിപ്ലീഷൻ റീജിയൻ എന്ത് ചെയ്തു? വൈഡറായി. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ ഡിപ്ലീഷൻ റീജിയൻ വൈഡർ ആയ കാരണം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാർജ് നമ്പർ ഓഫ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ത് ചെയ്യാൻ പറ്റും? ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടുത്തെ ഏരിയ കൂടി, അതുകൊണ്ട് തന്നെ ലൈറ്റ് ക്യാപ്ചർ ചെയ്യാനും ഇവയ്ക്ക് കൂടുതൽ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ പറഞ്ഞ 3 പോയിന്റ്? ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത്, നമ്മുടെ ഈ ഒരു ഫിഗർ നിങ്ങൾ കണ്ടോ? ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മളിതൊരു സർക്യൂട്ട് ഡയഗ്രാം പോലെയാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഇതിന്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഒരു പി പ്ലസ് റീജിയൻ ഉണ്ടായിരിക്കും, ഒരു എൻ പ്ലസ് റീജിയൻ ഉണ്ടായിരിക്കും. പിന്നെ ഈ ഒരു 2 റീജിയൻസ്, ഈ ടോപ്പും ബോട്ടും രണ്ട് മെറ്റൽസ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പി റീജിയനിലായിരിക്കും ലൈറ്റ് വന്നിട്ട് ഇൻസിഡന്റ് ചെയ്യാം. ഓക്കെ. ഇനി ഈ ഒരു പിൻ ഡയോഡ് ഒരു ഫോട്ടോ ഡിറ്റക്ടർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? ലൈറ്റ് എനർജിനെ ഒരു ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് അത് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ആണെങ്കിൽ ഒരു ഫോട്ടോൺ ഓഫ് ലൈറ്റ് നോക്കിക്കേ, ഒരു ഫോട്ടോൺ ഓഫ് ലൈറ്റ് ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യാണ്.
ഒരു ഫോട്ടോൺ ഓഫ് ലൈറ്റ് ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. അതിന് എനർജി എന്തുണ്ടായിരിക്കും? Hν എന്ന് പറയുന്ന എനർജി ഉണ്ടായിരിക്കും. ആ Hν എന്ന് പറയുന്നത് നമ്മുടെ ബാൻഡ് ഗ്യാപ്പ് എനർജിയേക്കാൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഈ ഒരു കണ്ടീഷനിലായിരിക്കും നമ്മുടെ ലൈറ്റ് എനർജി എന്ത് ചെയ്യുക? ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു പി റീജിയനിലോട്ട് നോക്കിക്കേ, നമ്മുടെ ഈ ഒരു പി റീജിയനിലോട്ട് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. അത് എങ്ങോട്ട് കൊടുക്കും? നമ്മുടെ ഇൻട്രൻസിക് റീജിയനിലോട്ട് കൊടുക്കും. അപ്പൊ ഇവിടെ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ്, ഫ്രീ ചാർജ് കാരിയേഴ്സ് ഉണ്ടല്ലോ. ഫ്രീ ചാർജ് കാരിയേഴ്സ് ഉണ്ട് നമുക്കറിയാം. ഓക്കെ. അപ്പൊ ഈ ലൈറ്റ് വന്ന് പി റീജിയനിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ആ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ഫോട്ടോൺസ് ഓഫ് ആറ്റംസ് എന്ത് ചെയ്യും? ആ എനർജിനെ യൂസ് ചെയ്തിട്ട് എക്സൈറ്റ് ചെയ്യും. അങ്ങനെ എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് സംഭവിക്കും? അവിടെ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടാവും. എവിടെ? നമ്മുടെ ഡിപ്ലീഷൻ ലെയറിൽ. പി റീജിയനില് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു, ഫോട്ടോൺ ഓഫ് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. അപ്പോ അവിടത്തെ ഫോട്ടോൺസ് എനർജി ഗെയിൻ ചെയ്തിട്ട് അവര് എന്ത് ചെയ്യും? ഐ റീജിയനിലുള്ള ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും? എനർജി അബ്സോർബ് ചെയ്ത് ആറ്റംസ് എക്സൈറ്റഡ് ആവും. അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് എന്ത് സംഭവിക്കുന്നു? ഡിപ്ലീഷൻ ലെയറിൽ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഫോം ചെയ്യുന്നു. ഒന്നുകൂടി പറയാം. നമ്മുടെ പി റീജിയനിൽ ഫോട്ടോൺ ഓഫ് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഈ ഫോട്ടോൺ ഓഫ് ലൈറ്റിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു എനർജി Hν എനർജി ഉണ്ടായിരിക്കും. നമ്മുടെ ഐ റീജിയനിലുള്ള ഫ്രീ ചാർജ് കാരിയേഴ്സ് അല്ലെങ്കിൽ ആറ്റംസ് അതിലോട്ട് ആര് വരുന്നു? നമ്മുടെ ഈ ഇൻസിഡന്റ് ചെയ്തിട്ടുള്ള ലൈറ്റിലുള്ള ഫോട്ടോൺസ് വരുന്നു. അങ്ങനെ ഈ ആറ്റത്തിന് എന്ത് കിട്ടുന്നു? ഡിപ്ലീഷൻ ലെയറിലുള്ള ആറ്റത്തിന് എന്ത് കിട്ടുന്നു? എനർജി കിട്ടുന്നു. അങ്ങനെ അവര് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നതിന്റെ ഫലമായിട്ട് ഡിപ്ലീഷൻ ലെയറിൽ എന്ത് ഫോം ചെയ്യുന്നു? ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഫോം ചെയ്യുന്നു. ഇനി ഈ ഉണ്ടായിട്ടുള്ള ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ഈ ഇലക്ട്രോൺ ഹോൾ പെയർ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഈ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡിപ്ലീഷൻ റീജിയനിൽ ഉള്ള കാരണമാണ്. അതായത് ഇവിടെ ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേറ്റ് ചെയ്തല്ലോ. അപ്പൊ ഈ ഒരു ഡിപ്ലീഷൻ റീജിയനിൽ എന്തുണ്ട്? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഇലക്ട്രോൺ ഹോൾ പെയറിന് എന്ത് സംഭവിക്കും? ഒരു ഫോഴ്സ് അവയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ ഒന്നും കൂടി നമ്മളുടെ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു, ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺ ഹോൾ പെയറിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എന്തുകൊണ്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഡിപ്ലീഷൻ ലെയറിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എന്താ സംഭവിക്കുന്നത്? ഈ ഇലക്ട്രിക് ഫീൽഡ് ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? ഈ ചാർജ് കാരിയേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? ഈ രണ്ട് ചാർജ് കാരിയേഴ്സിനെ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് റീജിയനിലോട്ട് ഇതിനെ പുൾ ചെയ്യും. അല്ലെങ്കിൽ അതിനെ ഓപ്പോസിറ്റ് റീജിയനിലോട്ട് അതിനെങ്ങനെ സെപ്പറേറ്റ് ചെയ്യും. ഈ സെപ്പറേഷൻ എന്ത് ചെയ്യും? ലാർജ്, അതായത് വെരി വെരി ലാർജ് എമൗണ്ട് ഓഫ് ചാർജ് കാരിയേഴ്സ് രണ്ട് മെറ്റൽ കോണ്ടാക്റ്റിലോട്ട് എന്ത് ചെയ്യും? സ്പ്രെഡ് ആവും. എന്നിട്ട് ഈ മെറ്റൽ റീജിയൻസിലാണ് എന്ത് സംഭവിക്കുന്നത്? ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ലൈറ്റ് എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ. ഒന്നുകൂടെ നമ്മളിപ്പോ പറഞ്ഞത് പറയാണ്. നമ്മളുടെ ലൈറ്റ്, ഒരു ഫോട്ടോൺ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? പി റീജിയനിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? പി റീജിയനിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. അവിടെയുള്ള ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺസ് അഥവാ ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഈ Hν എനർജിനെ അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് ആവുന്നു. ദെൻ ഡിപ്ലീഷൻ ലെയറിൽ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ജനറേറ്റ് ചെയ്യിക്കുന്നു. ഇനി ഈ ഉണ്ടായ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സിന് എന്താ സംഭവിക്കുന്നത്? ഈ ഉണ്ടായിട്ടുള്ള ഇലക്ട്രോൺ ഹോൾ പെയേഴ്സിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. കാരണം ഈ ഒരു ഡിപ്ലീഷൻ ലെയറിൽ എന്തുണ്ട്? ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇനി ഈ ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഉള്ള കാരണം തന്നെ
നമ്മുടെ ഈ ഇലക്ട്രോൺ ഹോൾ പെയർ എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് റീജിയനിലോട്ട് സെപ്പറേറ്റ് ആവുന്നു. ഓക്കെ, ഇലക്ട്രോൺസ് ഇങ്ങോട്ടും ഹോൾസ് ഇങ്ങോട്ടും സെപ്പറേറ്റ് ആവുന്നു. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു? ഈ രണ്ട് മെറ്റൽ പ്ലേറ്റുകളില്ലേ, ഈ രണ്ട് മെറ്റൽ പ്ലേറ്റുകളിൽ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ അബ്സോർബ് ചെയ്തിട്ടുള്ള ലൈറ്റ് ഇന്റൻസിറ്റീനെ ലൈറ്റ് എനർജീനെ കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഇത്തരത്തിലാണ് ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് ഒരു പിൻ ഡയോഡ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അങ്ങനെ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി ഇപ്പൊ ലൈറ്റ് എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഒരു പിൻ ഡയോഡ് ഒരു പിൻ ഡയോഡിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മൾ പറഞ്ഞു. എന്താണ്? ഒരു പിൻ ഡയോഡിലെ ഏരിയ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുന്നത് വളരെ കുറവാണ്. എന്നാൽ ഒരു പിൻ ഡയോഡിൽ എങ്ങനെയാണ്? ഒരു പിൻ ഡയോഡില് ലൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്ന, ഡിപ്ലീഷൻ റീജിയനിലെ ലൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്? വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു പിൻ ഡയോഡ് എന്താണ്? ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ സെൻസിറ്റിവിറ്റി ഉള്ള ഒരു ഡയോഡാണ് പിൻ ഡയോഡ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പിൻ ഡയോഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ അപ്ലിക്കേഷൻസ് ആണ് പറയാനുള്ളത്. എന്താണ് അപ്ലിക്കേഷൻസ്? നമ്മൾ ഇതിനെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് റെക്ടിഫയേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ റേഡിയോ ഫ്രീക്വൻസി അറ്റൻവേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫേസ് ഷിഫ്റ്റേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? പിൻ ഡയോഡ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ പിൻ ഫോട്ടോ ഡയോഡ്സ് ഇവിടെ കംപ്ലീറ്റ് ആയി. നമുക്ക് ഒന്നും കൂടെ പറയാം. ഒരു പിൻ ഡയോഡ്, ഒരു പിൻ ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ലെയർഡ് ഡിവൈസ് ആണ്. അതിന് പി ലെയർ ഉണ്ട്, ഒരു ഇൻട്രിൻസിക് ലെയർ ഉണ്ട്, എൻ ലെയർ ഉണ്ട്. ഈ ഇൻട്രിൻസിക് ലെയർ ഹെവിലി ഡോപ്പ് ചെയ്തിട്ടുള്ള പി ലെയറും എൻ ലെയറും കൊണ്ട് സാൻഡ്വിച്ച് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഇനി ഈ ഐ ലെയർ എന്ന് പറയുന്നത് അവിടെ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ചാർജ് കാരിയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ റെസിസ്റ്റിവിറ്റി ഓഫ് ദാറ്റ് ലെയർ എന്താണ്? ഭയങ്കര ഹൈ ആണ്. ഇനി ഈ പി അതുപോലെ എൻ ലെയേഴ്സില് റെസിസ്റ്റിവിറ്റി എന്താണ്? വളരെ ലോ ആണ്. ഇനി പി ടെർമിനൽ ആക്ട് ചെയ്യുന്നത് ഒരു ആനോഡ് ആയിട്ടാണ്, എൻ ടെർമിനൽ ആക്ട് ചെയ്യുന്നത് ഒരു കാഥോഡ് ആയിട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഈ ഒരു പിൻ ഡയോഡ് ഒരു ഫോട്ടോ ഡിറ്റക്ടർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്താൽ മതി? ആ സർക്യൂട്ടിൽ ഒരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ കൊടുത്താൽ മതി. അങ്ങനെ ഒരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പി ടൈപ്പ് എൻ ടൈപ്പ് റീജിയനിൽ ഒരു ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യും. ഇനി ഈ ഒരു ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത് ഭയങ്കര വൈഡർ ആണ്. ആ വൈഡർ ആയ കാരണം തന്നെ നമ്മുടെ ഒരു പിൻ ഫോട്ടോ ഡയോഡിന്റെ ഏരിയ ഓഫ് ലൈറ്റ് ക്യാപ്ചറിങ് എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കും. പിന്നെ നമ്മൾ ഇതിന്റെ വർക്കിംഗ് ആണ് പറയുന്നത്. ഒരു ഫോട്ടോൺ ഓഫ് ലൈറ്റ് വന്ന് ഒരു പി റീജിയനിൽ വന്ന് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അവിടുത്തെ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആവുന്നു. ദെൻ ഡിപ്ലീഷൻ ലെയറിൽ ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ജനറേറ്റ് ചെയ്ത ഇലക്ട്രോൺ ഹോൾ പെയർ ഹൈ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. സോ അവരെന്ത് ചെയ്യുന്നു? ഈ ഹൈ ഇലക്ട്രിക് ഫീൽഡ് മൂലം സെപ്പറേറ്റ് ആവുന്നു, ഓപ്പോസിറ്റ് റീജിയനിലോട്ട് സെപ്പറേറ്റ് ആവുന്നു. ദെൻ ഈ രണ്ട് മെറ്റൽ റീജിയനിൽ വന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? അക്യുമുലേറ്റ് ചെയ്യുന്നു. അക്യുമുലേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ അവരെന്ത് ചെയ്യുന്നു? ഈ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ രീതിയിലാണ് ഒരു പിൻ ഫോട്ടോ ഡയോഡ് ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ അതിന്റെ അപ്ലിക്കേഷൻസ് പറഞ്ഞു. ഒരു പിൻ ഡയോഡിൽ നിന്ന് ഒരു പി എൻ ഫോട്ടോ ഡയോഡിനെ ഡിഫറൻസ് ആക്കുന്നത് എന്താണ്? ഒന്ന്, ഹൈ സെൻസിറ്റിവിറ്റി കൂടുതലാണ് ആർക്ക്? പിൻ ഡയോഡിന്. രണ്ടാമത്തത് എന്തായിരുന്നു? ഡിപ്ലീഷൻ ലെയർ വൈഡർ ആയ കാരണം തന്നെ ലൈറ്റ് ക്യാപ്ചറിങ് വെരി ഹൈ ആയിരിക്കും പിൻ ഡയോഡിന്. ഇത്രയാണ് പിൻ ഡയോഡും പി എൻ ഫോട്ടോ ഡയോഡും തമ്മിലുള്ള ഡിഫറൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇനി ഇതിൽ നിന്ന് വളരെ കുറച്ച് വ്യത്യാസമുള്ള ഒരു കാര്യമാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന അവലാഞ്ചെ ഫോട്ടോ ഡയോഡ്.
അപ്പൊ നമുക്ക് എന്താണ് ഒരു അവലാഞ്ചി ഫോട്ടോ ഡയോഡ് എന്ന് ചെക്ക് ചെയ്യാം, നോക്കാം. ഓക്കെ, ഒരു അവലാഞ്ചി ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ഫോട്ടോ ഡിറ്റക്ടർ ആണ്. എന്താണ്? ഒരു ഫോട്ടോ ഡിറ്റക്ടർ ആണ്. നോർമലി എല്ലാ ഫോട്ടോ ഡയോഡ്സും ചെയ്യുന്ന പോലെ ലൈറ്റ് എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു വ്യത്യാസം എന്താണ്? ഇതൊരു 4 ലെയേർഡ് ഡിവൈസ് ആണ്. എന്താണ്? ഒരു 4 ലെയേർഡ് ഡിവൈസ് ആണ്. ഇതിന് ഒരു പി റീജിയൻ ഉണ്ട്, ഒരു പി പ്ലസ് റീജിയൻ ഉണ്ട്, ഒരു പി റീജിയൻ ഉണ്ട്, ഒരു ഐ റീജിയൻ ഉണ്ട്, ദെൻ ഒരു എൻ പ്ലസ് റീജിയൻ ഉണ്ട്. ഓക്കെ, 4 ലെയറുകൾ എന്തൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിക്കണേ. ഒരു പി പ്ലസ് റീജിയൻ, ഒരു പി റീജിയൻ, ഒരു ഐ റീജിയൻ, ദെൻ ഒരു എൻ പ്ലസ് റീജിയൻ. ഓക്കെ അല്ലേ? ഈ പി പ്ലസ് എൻ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹെവിലി ഡോപ്പ് ചെയ്തിട്ടുള്ള റീജിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ലാർജ് നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് പ്രസന്റ് ആയിരിക്കും. ഇനി ഈ ഒരു പി റീജിയനിലും എൻ റീജിയനിലും എന്തായിരിക്കും? റെസിസ്റ്റിവിറ്റി വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഐ പി റീജിയൻസ്, ഐ റീജിയനും പി റീജിയനും ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പൊ അവിടുത്തെ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി ഈ പി പ്ലസ് റീജിയൻ ആക്ട് ചെയ്യുന്നത് എന്തായിട്ടാണ്? ഒരു ആനോഡ് ആയിട്ടാണ്. ഈ എൻ പ്ലസ് റീജിയൻ ആക്ട് ചെയ്യുന്നത് ഒരു കാഥോഡ് ആയിട്ടാണ്. ഇനി ഒരു അവലാഞ്ചി ഫോട്ടോ ഡയോഡ് ഒരു ഫോട്ടോ ഡിറ്റക്ടർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ എന്ത് കണ്ടീഷൻ കൊടുക്കണം? ഒരു പിൻ ഫോട്ടോ ഡയോഡിൽ നമ്മൾ കൊടുത്ത പോലെ തന്നെ ഒരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ കൊടുക്കണം. അങ്ങനെ നമ്മൾ ഇത് ഒരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനും ഇതിന് കൊടുത്തു. സോ നൗ ദിസ് ഈസ് ആക്ട് ലൈക്ക് എ ഫോട്ടോ ഡിറ്റക്ടർ. ഇതൊരു ഫോട്ടോ ഡിറ്റക്ടർ ആയിട്ട് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. സോറി, ഞാൻ നേരത്തെ പറഞ്ഞതില് ഇത് പി റീജിയൻ എന്നും ഇത് ഐ റീജിയൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഇത് ഐ റീജിയനും ഇത് പി റീജിയൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം നമുക്ക് ഒന്നും കൂടെ പറയാം. ഒന്നുകൂടെ ഞാൻ പറയുന്നു. ഇതാണ് ഒരു അവലാഞ്ചി ഫോട്ടോ ഡിറ്റക്ടറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു അവലാഞ്ചി ഫോട്ടോ ഡിറ്റക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോറി, ഒരു അവലാഞ്ചി ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ photo detector which convert light energy into electrical energy. It is a 4 layered device. It consists of P plus region and a I region and a P region and a N plus region. The P plus and N plus region is heavily doped due to large number of charge carriers are present. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഈ പി റീജിയനും എൻ റീജിയനും റെസിസ്റ്റിവിറ്റി വളരെ കുറവാണ്. ഇനി നമ്മുടെ ഈ ഒരു ഐ റീജിയനും പി റീജിയനും ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഇനി ഈ പി പ്ലസ് റീജിയൻ ആക്ട് ചെയ്യുന്നത് ഒരു ആനോഡ് ആയിട്ടാണ്. എൻ പ്ലസ് റീജിയൻ ആക്ട് ചെയ്യുന്നത് ഒരു കാഥോഡ് ആയിട്ടാണ്. ഇനി ഇതൊരു ഫോട്ടോ ഡിറ്റക്ടർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് എന്ത് ചെയ്യാണ്? ഒരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ കൊടുക്കുന്നു. ഇനി സ്ട്രക്ചർ ഞാൻ ഒന്നും കൂടെ പറയാം. ഇത് പി പ്ലസ് റീജിയൻ ആണ്, ഇത് ഐ റീജിയൻ, ഇത് പി റീജിയൻ, then it is n plus region. Okay? Okay. എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, വർക്കിംഗ് വളരെ സിമ്പിൾ ആണ്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഞാനിവിടെ ഈ APD എന്ന് കൊടുത്തിരിക്കുന്നത് അവലാഞ്ചി ഫോട്ടോ ഡയോഡ് എന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ APD എന്താന്ന് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. APD മീൻസ് അവലാഞ്ചി ഫോട്ടോ ഡയോഡ്. ഇനി ഒരു ലൈറ്റ്, ഒരു ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് നമ്മുടെ ഈ ഒരു APDയുടെ മേലെ വന്ന് ഇൻസിഡന്റ് ചെയ്തു എന്ന് വിചാരിക്കും. ആ ലൈറ്റ് എന്ത് ചെയ്യും? ആ ലൈറ്റിനകത്തുള്ള ഫോട്ടോൺസ് ആദ്യം എൻട്രി ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? പി പ്ലസ് റീജിയനിലോട്ടായിരിക്കും. ഈ പി പ്ലസ് റീജിയനിൽ നിന്ന് അത് എങ്ങോട്ട് പോവും? ഐ റീജിയനിലോട്ട് പോവും. അവിടെ നിന്ന് അത് എന്ത് ചെയ്യും? എന്തൊക്കെയോ പരിപാടികൾ കഴിഞ്ഞിട്ട് അത് പി റീജിയനിലോട്ട് പോവും. പി റീജിയനിൽ നിന്ന് എന്തൊക്കെയോ പരിപാടികൾ കഴിഞ്ഞ് അത് എൻ റീജിയനിലോട്ട് പോകും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഇനി പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു APDയിൽ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഇതിനൊരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പി റീജിയൻ എന്ത് ചെയ്യും? ഡിപ്ലീഷൻ റീജിയൻ എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്യും അല്ലെ? റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ കൊടുത്താൽ പി റീജിയൻ എക്സ്റ്റെൻഡ് ചെയ്യും. ഇനി എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ലൈറ്റ് വന്ന് പി റീജിയനിലോട്ട് എൻറ്റർ ചെയ്യുന്നു. പി റീജിയനിൽ നിന്ന് ആ ലൈറ്റ് എങ്ങോട്ട് പോവാം? ഐ റീജിയനിലോട്ട് പോവും. ഓക്കെ, ഓക്കെ ആണല്ലോ? ഇനി
ഈ ഐ റീജിയനിലുള്ള ആറ്റംസ് നമ്മുടെ ഈ വന്നിട്ടുള്ള ഫോട്ടോൺസുമായിട്ട് എന്ത് ചെയ്യും? ഇന്ററാക്ട് ചെയ്യും. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു. ലൈറ്റ് അവലാഞ്ച് ഡയോഡിന്റെ മേലെ വന്ന് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫോട്ടോൺസ് എന്ത് ചെയ്യുന്നു? ആദ്യം പി പ്ലസ് റീജിയനിലോട്ട് എൻ്റർ ചെയ്യും. പി പ്ലസ് റീജിയനിൽ നിന്ന് ഐ റീജിയനിലോട്ട് എൻ്റർ ചെയ്യും. നമ്മുടെ ഈ ഒരു സെമി കണ്ടക്ടർ ഡിവൈസിലുള്ള ആറ്റംസ് നമ്മുടെ ഈ ഒരു ഐ റീജിയനിലുണ്ട്. ആ ഐ റീജിയനിലുള്ള ആറ്റംസും നമ്മുടെ ഫോട്ടോൺസും കൂടെ എന്ത് ചെയ്യുന്നു? ഇന്ററാക്ട് ചെയ്യുന്നു. അങ്ങനെ ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐ റീജിയനിൽ എന്ത് ഫോം ചെയ്യും? ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യും. ഇനി ഈ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. നമ്മുടെ ഈ ഒരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ കൊടുത്ത കാരണം തന്നെ അവിടെ എന്തുണ്ട്? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് കാരണം നമ്മുടെ ഇലക്ട്രോൺസ് പി റീജിയനിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യും. ഇനി നമ്മുടെ ഹോൾസ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? പി പ്ലസ് റീജിയനിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഐ എം റിപ്പീറ്റിംഗ് വൺസ് അഗെയിൻ. നമ്മുടെ APD അവലാഞ്ച് ഫോട്ടോ ഡയോഡിലോട്ട് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഈ ലൈറ്റിലുള്ള ഫോട്ടോൺസ് എങ്ങോട്ട് പോകുന്നു? പി പ്ലസ് റീജിയനിലോട്ട് പോകുന്നു. അവിടെ നിന്ന് ഐ റീജിയനിലോട്ട് പോകുന്നു. അവിടെ വെച്ചിട്ട് ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ഒരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ ആയ കാരണം തന്നെ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു ഐ റീജിയനിൽ ഉണ്ടായിരിക്കും. ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം നമ്മുടെ ഈ ഒരു ഇലക്ട്രോൺ ഹോൾ പെയറിന് ഒരു ഇലക്ട്രിക് ഫീൽഡ് അതുകൊണ്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്യും. സോ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് കാരണം തന്നെ ഐ റീജിയനിലുള്ള ഇലക്ട്രോൺസ്, ഈ ഇലക്ട്രോൺ ഹോൾ പെയറിലെ ഇലക്ട്രോൺസ് പി റീജിയനിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യും. ഇനി ഇവിടെ ബാക്കി ആരാളുള്ളത്? ഹോൾസിനെ എങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യും? പി പ്ലസ് റീജിയനിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഈ പി റീജിയനിലും എന്തായിരിക്കും? വെരി ഹൈ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഓക്കെ, പി റീജിയനിലോട്ട് നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ഇലക്ട്രോൺസിനെ ഡ്രിഫ്റ്റ് ചെയ്തല്ലോ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഭയങ്കര ഹൈ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അങ്ങനെ അവർ എന്ത് ചെയ്യും? നന്നായിട്ട് അങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യും. അങ്ങനെ നന്നായിട്ട് ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഒരു സഫീഷ്യന്റ് എനർജി ലിബറേറ്റ് ചെയ്യും. അങ്ങനെ ലിബറേറ്റ് ചെയ്തിട്ട് അത് സെക്കൻഡറി ഇലക്ട്രോൺസിന് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഉണ്ടായിട്ടുള്ള ഇലക്ട്രോൺസിന്, അതായത് അവരെ ഈ ഒരു P+N+ റീജിയനിലായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിട്ടുള്ള ഇലക്ട്രോൺസിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. എന്നിട്ട് അവർ എന്ത് ചെയ്യും? ഈ P_N+ റീജിയനിൽ ഒരു ഇലക്ട്രോൺ ഹോൾ പെയറിനെ ഒന്നും കൂടി ജനറേറ്റ് ചെയ്യിക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇമ്പാക്ട് അയോണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ഇമ്പാക്ട് അയോണൈസേഷൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവിടെ മൾട്ടിപ്പിൾ ചാർജ് കാരിയേഴ്സ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദിസ് ഈസ് ടേംഡ് ആസ് ഇമ്പാക്ട് അയോണൈസേഷൻ. അപ്പൊ ഈ ഇത്തരത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നമ്മൾ പറയുന്നു, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ P+ റീജിയനിൽ എന്ത് ചെയ്യുന്നു? ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ ഫോട്ടോൺസ് ആദ്യം P+ റീജിയനിലോട്ട് എൻ്റർ ചെയ്യും. അവിടെ നിന്ന് ഐ റീജിയനിലോട്ട് എൻ്റർ ചെയ്യും. ഇവിടെ വെച്ചിട്ട് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺ ഹോൾ പെയറിന് ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യും. ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോൺസിനെ പി റീജിയനിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യും. ഹോൾസിനെ P+ റീജിയനിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യും. ഇനി ഈ പി റീജിയനിലോട്ട് എത്തിയിട്ടുള്ള ഇലക്ട്രോൺസിനെ വെരി ഹൈ ഇലക്ട്രിക് ഫീൽഡ് അതിന് ഇവിടെയും എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെ അത് എന്ത് ചെയ്യും? ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം അത് നന്നായിട്ട് ആക്സിലറേറ്റ് ചെയ്യും. അങ്ങനെ ആക്സിലറേറ്റ് ചെയ്തിട്ട് ഈ P_N+ റീജിയനിൽ എന്ത് ചെയ്യും? ഒരു സെക്കൻഡറി ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്യുന്ന ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യും. ഇനി ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു P_N+ റീജിയനിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഇലക്ട്രോൺസിന് വെരി ഹൈ കൈനറ്റിക് എനർജി ആയിരിക്കും ഉണ്ടാവുക. ആഫ്റ്റർ ദാറ്റ് അവർ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോൺ ഹോൾ പെയറും കൂടെ ഈ P_N+ റീജിയനിൽ ജനറേറ്റ് ചെയ്യിക്കും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇമ്പാക്ട് അയണൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഉണ്ടാവുന്നത് എന്താണ്? ഒരു മൾട്ടിപ്പിൾ ചാർജ് കാരിയേഴ്സ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരൊറ്റ ഇലക്ട്രോൺ, അതായത് ഇലക്ട്രോൺസ് മാത്രമാണ് ഈ ഒരു ഇമ്പാക്ട് അയണൈസേഷൻ ഇവിടെ റെസ്പോൺസിബിൾ ആവുന്നത്. ഇവിടെ ഈ ഒരു ഇമ്പാക്ട് അയണൈസേഷൻ നടക്കാൻ ആകെ ഇവിടെ
പ്രവർത്തിക്കുന്നത് ആര് മാത്രമാണ്? നമ്മുടെ ഇലക്ട്രോൺസ് ആണ്. കാരണം ഇവിടെ ഉണ്ടായിട്ടുള്ള ഇലക്ട്രോൺ ഹോൾ പെയറിലെ ഹോൾസ് എങ്ങോട്ട് പോയി? പി പ്ലസ് റീജിയനിലോട്ട് പോയി. അപ്പൊ ആളുടെ പരിപാടി അവിടെ കഴിഞ്ഞു. ഇനി ഇവിടെ ആര് മാത്രമാണ് ബാക്കിയുള്ളത്? ഇലക്ട്രോൺസ് മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. അപ്പൊ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ നിന്ന് ഈ ഇലക്ട്രോൺ ആണ് ഈ പി എൻ പ്ലസ് റീജിയനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇലക്ട്രോൺ, ഇവിടെ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു ഇലക്ട്രോൺ ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ഇമ്പാക്ട് അയണൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇവിടെ നടത്തിയിട്ടുള്ളത്. സോ ഇവിടെ മൾട്ടിപ്പിൾ ചാർജ് കാരിയേഴ്സ് ഫോം ചെയ്തു, ഐ റീജിയനിലും പിന്നെ ഈ ഒരു എൻ പ്ലസ് റീജിയനിലും ഫോം ചെയ്തു. പക്ഷെ ഈ ഒരു ഇമ്പാക്ട് അയണൈസേഷന് ആര് മാത്രമാണ് അവിടെ കാരണം? നമ്മുടെ ഇലക്ട്രോൺസ് മാത്രമാണ് അവിടെ കാരണമായിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആ, ഇനി ഈ ഒരു പ്രോസസ്സ് കാരണം അവിടുത്തെ എന്ത് ചെയ്യും? സെൻസിറ്റിവിറ്റി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ആ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ്, അവിടെ ഉണ്ടായിട്ടുള്ളല്ലോ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ്. അപ്പൊ ആ ലൈറ്റ് എനർജീനെ ഇപ്പൊ എന്താക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു? ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ രീതിയിലാണ് അവലാഞ്ചി ഫോട്ടോ ഡയോഡില് എന്ത് സംഭവിക്കുന്നത്? ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു അവലാഞ്ചി ഫോട്ടോ ഡയോഡിന്റെ ഇലക്ട്രിക് ഫീൽഡും അതുപോലെ ലൈറ്റ് ഇന്റൻസിറ്റിയും തമ്മിലുള്ള ഒരു പ്ലോട്ടിംഗ് ആണ്. അതായത് ഈ പി പ്ലസ് റീജിയനിലും ഐ റീജിയനിലും ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? വലിയ മാറ്റമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഏറ്റവും പീക്ക് എത്തുന്നത് എവിടെയായിരിക്കും? പി റീജിയനിലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ പി റീജിയനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അവലാഞ്ച് റീജിയൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു അവലാഞ്ചി ഫോട്ടോ ഡയോഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്റേണൽ ആംപ്ലിഫിക്കേഷൻ, അതായത് ചാർജ് കാരിയേഴ്സിന് ഇന്റേണൽ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത് എന്ത് മാത്രമായിരിക്കും? അവലാഞ്ചി ഫോട്ടോ ഡയോഡ്സിൽ മാത്രമായിരിക്കും ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഇന്റേണൽ ആംപ്ലിഫിക്കേഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി അവലാഞ്ചി ഫോട്ടോ ഡയോഡ്സിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഒരിക്കലും പിൻ ഡയോഡിൽ ഈ ഒരു പ്രോപ്പർട്ടി ഇല്ല. കാരണം അവിടെ മൾട്ടിപ്പിൾ ചാർജ് കാരിയേഴ്സ് അവിടെ ഉണ്ടാവുന്നില്ല. സോ ഇത്രയാണ് അവലാഞ്ചി ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹൈ സെൻസിറ്റിവിറ്റി ആണ്. അതുകൊണ്ട് തന്നെ വളരെ ലോ ഇന്റൻസിറ്റിയിലുള്ള ലൈറ്റിനെ വരെ എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വെരി ഹൈ റെസ്പോൺസ് ടൈം ആണ്. അതുപോലെ തന്നെ ഹൈ കറണ്ട് ജനറേറ്റ് ചെയ്യിക്കാനുള്ള എബിലിറ്റി ഇവയ്ക്ക് എന്താണ്? വളരെ കൂടുതലാണ്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഇവരുടെ അപ്ലിക്കേഷൻസ് ആണ്. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻസിലാണ്. അതുപോലെ റേഞ്ച് ഫൈൻഡിങ്ങിനും ലേസർ മൈക്രോസ്കോപ്പിയിലും നമ്മുടെ ഈ ഒരു അവലാഞ്ചി ഫോട്ടോ ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ 3 ഫോട്ടോ ഡയോഡ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോട്ടോ ഡയോഡ്സ് എന്ന് പറയുന്നത്. പി എൻ ജംഗ്ഷൻ ഫോട്ടോ ഡയോഡ്, പിൻ ഫോട്ടോ ഡയോഡ്, ദെൻ അവലാഞ്ചി ഫോട്ടോ ഡയോഡ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു സോളാർ സെല്ലും കൂടെയാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഇനി ഡൗട്ട്സ് ഉണ്ടോ? അപ്പൊ നമ്മൾ ആ പിൻ ഡയോഡ് എന്ന് പറഞ്ഞു. എന്താണ് പിൻ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ് പിൻ ഡയോഡ്? ഒരു 3 ലെയേർഡ് ഡിവൈസ് ആണ്. ഒരു അവലാഞ്ചി ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ലെയേർഡ് ഡിവൈസ് ആണ്. ഇതിനൊരു പി പ്ലസ് എൻ പ്ലസ് ഐ റീജിയൻ ഉണ്ട്. അവലാഞ്ചിയുടെ വ്യത്യാസം എന്താണ്? പി പ്ലസ് എൻ പ്ലസ് ഐ പി, അങ്ങനെ 4 ലെയേഴ്സ് ഉണ്ട്. അത്രയല്ലേ വ്യത്യാസമുള്ളത്? 2 ഡയോഡ്സും പി റീജിയൻ ആനോഡായിട്ടും എൻ റീജിയൻ കാഥോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ പി പ്ലസ് റീജിയനും എൻ പ്ലസ് റീജിയനിലും വളരെ ലോ റെസിസ്റ്റിവിറ്റി ആണുള്ളത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഇവരുടെ വർക്കിംഗ് ആണ് പറഞ്ഞത്. വർക്കിംഗ് ഒരു പിൻ ഡയോഡിന്റെ നമ്മൾ വർക്കിംഗ് പറഞ്ഞു. ഇവരെ ഈ പിൻ ഡയോഡ് ആയിക്കോട്ടെ അവലാഞ്ചി ഫോട്ടോ ഡയോഡ് ആയിക്കോട്ടെ, രണ്ടും തന്നെ ഒരു ഡിറ്റക്ടർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അവരെ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ കൊടുക്കണം. ഇത്രയാണ് രണ്ടിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങള്. വ്യത്യാസം എന്താണ്?
ലൈറ്റ് വന്ന് ഒരു പിൻ ഡയോഡില് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു, ഡിപ്ലീഷൻ ലെയർ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യുന്നു. ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാൻ കാരണം റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ കൊടുത്ത കാരണമാണ്. ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യിക്കുന്നു ഈ ഒരു ഇലക്ട്രോൺ ഹോൾ പെയറിന്. ഈ ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇലക്ട്രോൺസും ഹോൾസും സെപ്പറേറ്റ് ആവുന്നു. അവരെ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് മെറ്റൽ വൈൻഡിങ്സിലോട്ട് വന്ന് വരുന്നു. അവിടെ വെച്ചിട്ട് ലൈറ്റിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു, ഇലക്ട്രിക് കറണ്ട് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് നമ്മുടെ ഒരു അവലാഞ്ചെ ഫോട്ടോ ഡയോഡിൽ എന്താ സംഭവിക്കുന്നത്, ലൈറ്റ് ഒരു പി റീജിയനിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഐ റീജിയനിലോട്ട് പോകുന്നു, ഐ റീജിയനിൽ വെച്ച് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യുന്നു. ഈ ഒരു ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, പി റീജിയനിലോട്ട് പോകുന്നു, ഹോൾസ് പി പ്ലസ് റീജിയനിലോട്ട് പോകുന്നു. പി റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് വളരെ ഹൈ ആയ കാരണം ഇലക്ട്രോൺസ് നന്നായി ആക്സിലറേറ്റ് ചെയ്യിക്കുന്നു. ദെൻ അവിടെ നിന്ന് ഡിപ്ലീഷൻ റീജിയനിൽ എന്ത് സംഭവിക്കുന്നു, ഇലക്ട്രോൺ ഹോൾ പെയർ വൺസ് അഗെയിൻ ജനറേറ്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് കോൾഡ് ഇമ്പാക്ട് അയണൈസേഷൻ. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇമ്പാക്ട് അയണൈസേഷൻ എന്ന് പറയുന്നു. ഈ ഒരു ഇമ്പാക്ട് അയണൈസേഷന് ആര് മാത്രമാണ് കാരണം, നമ്മുടെ പി റീജിയനിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്ത ഇലക്ട്രോൺസ് മാത്രമാണ് അതിന് ഉത്തരവാദി, അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മൾട്ടിപ്പിൾ ചാർജ് കാരിയേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺ ഹോൾ പെയർസിൽ ചാർജ് ഇലക്ട്രിക് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് ഓൾസോ കൺവേർട്ട് ലൈറ്റ് എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇവിടെ ഏത് റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ്? അതിന്റെ ഹൈ റീജിയനിൽ എത്തുന്നത് ഏത് റീജിയനിലാണ്? പി റീജിയനില്, അല്ലെ? അതെ, വളരെ കറക്റ്റ് ആണ്, പി റീജിയനിലാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പി റീജിയനിൽ നമ്മൾ എന്തെന്ന് പറയുന്നു, അവലാഞ്ച് റീജിയൻ എന്ന് കൂടെ പറയുന്നു. ദെൻ നമ്മൾ അതിന്റെ അപ്ലിക്കേഷൻസും കൂടെ പറഞ്ഞു. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. നന്നായി നോട്ട്സ് ഷെയർ ചെയ്യുന്നത് നന്നായിട്ട് വായിക്കാം. എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചോദിക്കാം. നമ്മളുടെ ഈ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ടും സബ്ജക്ട് റിലേറ്റഡ് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. സോ നാളെ നമുക്ക് സോളാർ സെൽ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇലക്ട്രോണിക്കിന്റെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു.